ഭൂമി കുലുക്കാൻ പറ്റിയ ഒരു കിഡിലൻ ഐറ്റമാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഒറ്റയ്ക്കൊരു സൗണ്ട് ബാർ അല്ല, കൂടാതെ 1.5 സബ്വൂഫർ ഉണ്ട്. സോ കിടുക്കൻ സാധനമാണ്. ഭൂമി കുലുക്കാൻ എന്ന് പറഞ്ഞ് ഇത്തിരി കൂടിപ്പോയി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കുറച്ച് പിടിക്കാം. നമുക്ക് വീട് കുലുക്കാൻ എന്തായാലും ഇത് മതി. ഇത് വെച്ചിട്ട് കിട്ടിങ്ങലുണ്ടല്ലോ ഒരുമാതിരി ഇടി ഇടിക്കുന്നത്, നെഞ്ചൊക്കെ കിടന്ന് പെട്ടയ്ക്കും. അമ്മാതിരി ഇടി ഫുൾ പവറിൽ വെച്ചിട്ട് എന്തായാലും ഒരു ഫുൾ സിനിമ കാണാൻ പറ്റില്ല, കാരണം അത്രയും പവർഫുള്ളാണ് ഈ സംഭവം. ഇതിൻ്റെ വിലയ്ക്ക് പക്ക വർത്ത്. എന്താണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളത് വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരാം. മിവിയുടെ സൗണ്ട് ബാറുകളെ കുറിച്ച് നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാവും. ഓൾറെഡി നല്ല റിവ്യൂസും നല്ല അഭിപ്രായം ഉള്ളത് തന്നെയാണ്. ഇന്ന് അതിൻ്റെ ഏറ്റവും പുതിയ മോഡലായ ഫോർട്ട് S200 എന്ന് പറയുന്ന പുതിയ മോഡലാണിത്. ഇതിനെക്കുറിച്ചാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. ഇതിൻ്റെ അൺബോക്സിങ്ങും കാര്യങ്ങളൊന്നും ഞാൻ ഇവിടെ വെറുതെ കാണിക്കുന്നില്ല. ഒരു വലിയ പെട്ടി നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ ഒരു വലിയ പെട്ടിയിലാണ് ഇത് വന്നത്. ഓപ്പൺ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഒരു റിമോട്ട്, അതേപോലെ കുറച്ച് ഡോക്യുമെന്റേഷൻ, റിമോട്ടിനുള്ള ബാറ്ററി അടക്കമാണ് വരുന്നത്. ഓക്സ് കേബിളും വരുന്നുണ്ട്. ഇത്രയുമാണ് ബോക്സിനകത്തെ കണ്ടന്റ്. അത് കഴിഞ്ഞാൽ സൗണ്ട് ബാറും സബും നമ്മുടെ കയ്യിൽ കിട്ടും. ഈ രണ്ട് ഐറ്റംസിനെ കുറിച്ച് നമുക്കിനി കൂടുതൽ വിശദമായിട്ട് പറയാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ 200 വാട്ടിൻ്റെയാണ്. അപ്പം തന്നെ നിങ്ങൾക്ക് ഊഹിക്കാം ഒരു പവർ എത്രത്തോളം ഉണ്ടാവും എന്നുള്ള കാര്യം. നമുക്കൊരു 90-100 വാട്ടൊക്കെയാണ് 5000 രൂപ റേഞ്ചിലൊക്കെ കിട്ടുക. ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ഒരു 7000 രൂപ റേഞ്ചിലാണ് ഇപ്പോൾ സെയിൽ നടക്കുന്നത്. പിന്നീട് വില കൂടുമെന്ന് പറയുന്നുണ്ട്. ഇൻട്രോഡക്ടറി പ്രൈസ് ആണ് 7000 പറയുന്നത്. ഇത് കഴിഞ്ഞാൽ 10 രൂപ റേഞ്ചിലേക്ക് പോകുമെന്ന് പറയുന്നുണ്ട്. വലിയ കുഴപ്പം പറയാനില്ല കേട്ടോ, കാരണം ഇതിനേക്കാൾ പവർ കൂടിയ സൗണ്ട് ബാറുകൾക്ക് ഇതിനേക്കാൾ കൂടുതൽ പ്രൈസ് വരുന്നുമുണ്ട്. സോ 10 രൂപയ്ക്ക് പോയാലും അങ്ങനെ ആകെ മോശമാവുമെന്ന് പറയാനില്ല. ബട്ട് 7000 രൂപ ഇപ്പോഴത്തെ പ്രൈസിലാണെങ്കിൽ ഇവൻ പവറാണ്, വർത്താണ്, ഒരു ഡൗട്ടും ഇല്ല. അപ്പം ഇതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത് സൗണ്ട് ബാർ. ഇതിൻ്റെ ഒരു ലുക്ക് ആൻഡ് ഫീൽ നമ്മൾ ഇതിന് മുമ്പ് മിവിയുടെ സൗണ്ട് ബാർ കണ്ടിട്ടുണ്ട്. ഏറെക്കുറെ അതുപോലൊക്കെ തന്നെയാണ്. മുകളിൽ ഇത് മെറ്റൽ മെഷാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഈ ഗ്രില്ല് പോലത്തെ സംഭവം മെറ്റലാണ്. മുമ്പൊരു ഒരു തുണി പോലത്തെ ടൈപ്പൊക്കെ ആയിരുന്നു. ഇതിൽ വരുമ്പോൾ മെറ്റൽ ടൈപ്പാണ്. സോ നല്ലൊരു ബിൽറ്റ് ക്വാളിറ്റി ഉണ്ട്. പിയാനോ ബ്ലാക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ബിൽറ്റ് ക്വാളിറ്റി നമുക്കിതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. നടുവിലായിട്ട് മിവി ബ്രാൻഡിങ്ങും കാണാം. പിന്നെ ഇതിൽ എപ്പോഴും കൈകൊണ്ടൊക്കെ തൊടാൻ നിന്ന സ്മഡ്ജസ് ഒക്കെ പിടിക്കാം. നോ, നമ്മൾ എപ്പോഴും ഇതിലിട്ട് കൈകൊണ്ട് മാന്താനൊന്നും പോകുന്നില്ലല്ലോ. ഇതിൻ്റെ പോർട്സ് ആൻഡ് ബട്ടൺസ് ഞാൻ ക്വിക്കായിട്ടൊന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ ബട്ടൺസ് ഒക്കെ ഇതാ ഈ ഒരു സൈഡിലാണ് വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം പവർ ഓൺ ഓഫ് ബട്ടൺ ഉണ്ട്. താഴത്തെ ബട്ടൺ മോഡ് സെലക്ട് ചെയ്യാനുള്ളത്, ബ്ലൂടൂത്ത് ആണോ ഓക്സ് ആണോ അങ്ങനെ എന്ത് മോഡാണ് വേണമെന്നുള്ളത് സെലക്ട് ചെയ്യാനാണ് താഴത്തെ ബട്ടൺ. റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും കാണുന്നത് പ്ലസ് ആൻഡ് മൈനസ് ബട്ടൺ. സോ ഇങ്ങനെയാണ് ഇതിൻ്റെ ബട്ടൺസ് വരുന്നത്. പോർട്സ് പുറകിൽ നമുക്ക് കാണാം. ഫസ്റ്റ് AC, അതായത് കറണ്ടിന്റെ ഓപ്ഷൻ ആണ്. പിന്നെ ഓക്സ് കേബിളിന്റെ ഓപ്ഷൻ, കോക്സ് കാണാം. സബ്വൂഫറിലേക്കുള്ള പോയിന്റ് ആണ് അടുത്തതായിട്ട് കാണുന്നത്. USB പോർട്ട് കാണാം, അതേപോലെ ഒപ്റ്റിക്കലിന്റെയും പിന്നെ HDMI. പിന്നെ വാൾ മൗണ്ടിന്റെ സെറ്റപ്പ് നമുക്ക് രണ്ട് സൈഡിൽ കാണാം. അതായത് TV വെക്കുമ്പോൾ അതിന്റെ വാളിൽ, അതിന്റെ അടുത്ത് ഇപ്പോൾ വാളിലാണല്ലോ ടിവികൾ വെക്കുന്നത് പുതിയ മോഡലൊക്കെ. അപ്പോൾ LCD പ്ലാസ്മ അല്ലെങ്കിൽ LED ടിവികളൊക്കെ വാളിൽ വെക്കുന്ന ടൈപ്പ് ആണെങ്കിൽ ഇത് നമുക്ക് അതിന്റെ താഴെയായിട്ട് വാളിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്രാക്കറ്റുകൾ കൊടുത്തിരിക്കുന്നത്. സോ ഇത് വെച്ച് നിങ്ങൾക്ക് വാളിൽ ഇത് ഭംഗിയായിട്ട് അറ്റാച്ച് ചെയ്ത് വെക്കാം. സബിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഡിസൈനിന്റെ കാര്യമൊന്നും പറയാനില്ല. അത് എല്ലാ കാലത്തും ഇങ്ങനെയൊക്കെ തന്നെയാണ് വരുന്നത്. എങ്കിലും നിങ്ങൾക്ക് അതിന്റെ ചുറ്റുഭാഗമൊക്കെ ഒന്ന് കാണാം. ഈ രീതിയിലാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ. അതും നല്ല ബിൽറ്റ് ക്വാളിറ്റിയാണ്, പ്രശ്നങ്ങളൊന്നുമില്ല, നന്നായിട്ട് തന്നെ വന്നിരിക്കുന്നു. സോ ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ. മെയ്ഡ് ഇൻ ഇന്ത്യയാണ്, അതുകൂടി കൂട്ടിച്ചേർക്കുകയാണ്. കാരണം നിങ്ങൾക്ക് ചൈനീസ് സംഭവങ്ങൾ താല്പര്യമില്ലാത്ത ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നോക്കാം, മെയ്ഡ് ഇൻ ഇന്ത്യയാണ്. പിന്നെ ഇതിന് ഫുള്ളായിട്ട് നിങ്ങൾക്ക് റിമോട്ട് വഴി തന്നെ കൺട്രോൾ ചെയ്യാം. ഈ സൗണ്ട് ബാറിൻ്റെ ബട്ടൺസ് ഉപയോഗിക്കണമെന്നില്ല, നിങ്ങൾക്ക് നൈസായിട്ട് റിമോട്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ചെയ്യാം. റിമോട്ടിൽ നമുക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും, പവർ ഓൺ, അതേപോലെ തന്നെ മ്യൂട്ട്, പെയർ, ഇൻപുട്ട്, വോളിയം അപ്പ് ആൻഡ് ഡൗൺ, പ്രീവിയസ്, നെക്സ്റ്റ്, മ്യൂസിക് മൂവി എന്നൊക്കെ പറയുന്നത് ഈക്വലൈസർ സെറ്റപ്പുകളാണ് കേട്ടോ. അത് ഏത് മോഡ് വേണം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനാണ്. പിന്നെ ട്രബിൾ കൺട്രോൾ, അതേപോലെ ബേസ് കൺട്രോൾ, ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് റിമോട്ടിൽ വരുന്നത്. സോ ടോട്ടലി സെറ്റാണ്. ഒരുവിധം വേണ്ടുന്ന എല്ലാ ഘടകങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. സോ അപ്പോൾ ഇതിൻ്റെ ലുക്ക് ആൻഡ് ഫീൽ, പോർട്സ് ആൻഡ് ബട്ടൺസ്, വാറണ്ടി, എല്ലാ കാര്യങ്ങളും മനസ്സിലായി. റിമോട്ടിൻ്റെ കാര്യങ്ങൾ അടക്കം പിടികിട്ടി. ഇനി കൂടുതൽ ഒന്നും സമയം വേസ്റ്റ് ചെയ്യേണ്ട. ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ടായിരുന്നു, ബേസ് ലെവൽ എങ്ങനെയുണ്ടായിരുന്നു, ബീറ്റ് എങ്ങനെയുണ്ടായിരുന്നു, ഈ കാര്യങ്ങളിലേക്ക് വരാം. ഞാൻ എൻ്റെ ഹോളിൽ, ചെറിയ വീടാണോ, വലിയ ഹോളൊന്നുമല്ല, വലിയ വീടുമല്ല, നോർമലായിട്ടൊരു സാധാരണ വീടിൻ്റെ ഒരു സാധാരണ വലുപ്പമുള്ള ഒരു ഹോളിലാണ് നിങ്ങൾ ഇത് വെക്കുന്നതെങ്കിൽ, ഞാൻ അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. ആ രീതിയിൽ ഇത് വെക്കുകയാണെങ്കിൽ ഈ 200 വാട്ടിൻ്റെ പവറുള്ള ഈ സൗണ്ട് ബാർ പ്ലസ് സബ് തകർപ്പൻ സൗണ്ടാണ്, ഒരു രക്ഷയില്ല. നല്ല എഫക്റ്റ്, നല്ല ബീറ്റ്, നല്ല ഒരു ബേസ് ബൂസ്റ്റഡ് എന്ന് പറഞ്ഞാൽ 1.5 ബേസാണ്. നമുക്ക് ഫുൾ ബേസിലിട്ടുകൊണ്ട് ഞങ്ങൾക്ക് എന്തായാലും പാട്ട് കേൾക്കുക അല്ലെങ്കിൽ സിനിമ കാണാമെന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് നേരം പറ്റില്ല. അത്രയും പവർ ഉണ്ടായിരുന്നു. ഇതിന് സാമ്പിൾ എന്താണ് കേൾപ്പിച്ച് തരാതെ ഇങ്ങനെ ഡയലോഗ് അടിക്കുന്നതെന്നാണ് ചോദിക്കുന്നതെങ്കിൽ, കേൾപ്പിക്കാനാണ് പോകുന്നത്. ഈ ഒരു മൈക്കിലൂടെ ഇതിൻ്റെ സൗണ്ട് ഒരു പരിധിവരെ നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയും. അല്ലാണ്ട് ഇതിൻ്റെ റിയൽ എഫക്റ്റ് ഒരു കാരണവശാലും കിട്ടില്ല. എഫക്റ്റ് ഉണ്ട്, നല്ല രീതിക്ക് എഫക്റ്റ് ഉണ്ട്. എൻ്റെ ഒരു ഹോളിനകത്ത് കിടക്കാൻ പറ്റിയ, വീട്ടിൽ കുലുക്കാൻ പറ്റിയ ഒരു എഫക്റ്റ് തീർച്ചയായിട്ടും ഉണ്ട്. എന്നാലും ആ സാമ്പിൾ ഒന്ന് കേട്ട് നോക്കാം.
അതാണ് ഇതിൻ്റെ എനിക്ക് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാൻ പറ്റിയ ഒരു ലെവല്. അതൊന്നും അല്ല കേട്ടോ, ഞാൻ അതിവിടെ രണ്ടാമത് കേട്ട് നോക്കി എത്രത്തോളം ഉണ്ടെന്ന്. അതൊന്നും അല്ല, അതൊന്നും ഇതിൻ്റെ 7 അയിലക്കത്തെത്തില്ല, ഇതിൻ്റെ റിയൽ എഫക്റ്റിൻ്റെ 7 അയിലക്കത്തെത്തില്ല. സോ അതുകൊണ്ട് തന്നെ ഒരു റൂമിലേക്ക് അല്ലെങ്കിൽ ഒരു ഹോളിലേക്ക്, നമ്മുടെ നോർമൽ വീട്ടിലേക്ക് ഇതെടുത്താൽ ഉറപ്പായിട്ടും പവർ ആയിരിക്കും, ഒരു ഡൗട്ടും വേണ്ട. സോ അതാണ് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ബാക്കി ക്ലാരിറ്റി ലെവലൊന്നും വലിയ കുഴപ്പമില്ല. ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റിയിലും ക്ലാരിറ്റിയിലും ഡയലോഗ് ഡെലിവറി ആയാലും ടി വി എന്നുള്ള നമ്മൾ ടി വിയിൽ കണക്ട് ചെയ്ത് കാണുമ്പോൾ ഉള്ള ക്ലാരിറ്റി ലെവലൊക്കെ വളരെ ഡീസൻ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ഡയലോഗ്സ് ഒക്കെ വളരെ ക്ലിയർ ആണ്. പാട്ട് കേൾക്കുമ്പോഴായാലും ക്ലാരിറ്റിയും ലെവലും ഒക്കെ ഡീസൻ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ ഒപ്പമാണ് നമ്മൾ ഈ പറഞ്ഞ എക്സ്ട്രാ പവർഫുൾ ബേസും കാര്യങ്ങളും നമുക്ക് കിട്ടുന്നത്. ടോട്ടലി ഈ സൗണ്ട് ബാർ വർത്താണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വില 6999 രൂപയാണ്. ഇൻട്രൊഡക്ടറി ഓഫറാണെന്ന് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ഇതിൻ്റെ വില 9999 രൂപ എന്ന ലെവലിലേക്ക് പോകും. ഈ 6999 ഇപ്പം നിങ്ങൾക്ക് വാങ്ങിക്കുമ്പോൾ തന്നെ അതിൽ നിങ്ങൾക്ക് ഓഫർ കൂടി കാണിക്കുന്നുണ്ട്, അവിടെ ബാങ്ക് ഓഫർ കൂടി കാണിക്കുന്നുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് 6400 രൂപ റേഞ്ചിൽ തന്നെ ഈ ഒരു സംഗതി വാങ്ങിക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു വർത്തായിട്ട് സൗണ്ട് ബാറുകൾ ഉപയോഗിച്ച് പരിചയമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ അഭിപ്രായം ഈ ഒരു 200 വാട്ടിൻ്റെ ഈ ഒരു സെറ്റപ്പിന് ഈ ഒരു വില എന്ന് പറയുന്നത് എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ മിവിയുടെ സൗണ്ട് ബാറുകൾ ഉപയോഗിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ, അവരുടെ സർവീസിനെ കുറിച്ച് അറിയാവുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. എല്ലാവരും കമൻറ്റ് കൂടി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും എങ്ങനെയുണ്ട് മിവി, അതിൻ്റെ മുമ്പത്തെ പ്രൊഡക്റ്റുകൾ എങ്ങനെയുണ്ടായിരുന്നു, അതേപോലെ അതിൻ്റെ സർവീസ് എങ്ങനെയുണ്ട്, എല്ലാ കാര്യങ്ങളും നമ്മുടെ സുഹൃത്തുക്കൾ കമൻറ്റ് ചെയ്യും. കമൻറ്റുകൾ മറക്കാതെ നോക്കുക. സോ അത്രയുമാണ് മിവി സൗണ്ട് ബാറിനെ കുറിച്ചുള്ള ഈ ഫോർട്ട് S200 എന്ന് പറയുന്ന സൗണ്ട് ബാർ സെറ്റപ്പിനെ കുറിച്ചുള്ള എൻ്റെ ഒരു അഭിപ്രായം. ഓവറോൾ ഞാൻ ഇംപ്രസ്ഡ് ആണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.